സ്പെഷ്യൽ ഗുലാം ജാമുകൾ. ഇത് ആശീർവാദിൻ്റെയാണ് പാക്കറ്റ്. ഇതിൻ്റെ 2 പാക്കറ്റാണ് നമ്മളിന്ന് ഗുലാം ജാമുകൾ ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ പാല് മാത്രമേ വേണ്ടുള്ളൂ. പാലൊഴിച്ച് നമ്മൾ നന്നായി കുഴയ്ക്കണം. ആ കുഴച്ചതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി എണ്ണയിലിട്ട് പൊരിക്കുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബൗളെടുത്ത് ആ ബൗളിൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് മുന്നേ അത് ഫുള്ളായിട്ട് ഇതിലിടുക. അങ്ങനെ നമ്മൾ 2 പാക്കറ്റും ഡിഷിലേക്ക് മാറ്റുന്നതാണ്. 2 പാക്കറ്റും നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യമായ പാലൊഴിച്ചിട്ട് നന്നായി കുഴയ്ക്കുക. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നമ്മളിത് ആഡ് ചെയ്യാം. പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഗോതമ്പ് മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴയ്ക്കാം. ലാസ്റ്റ് നല്ല സോഫ്റ്റ് ആവണം. ലാസ്റ്റ് കുഴച്ച് നമുക്ക് ബോളാക്കി എടുത്ത് വയ്ക്കാം. ഗുലാം ജാമുവിൻ്റെ മാവ് കുഴച്ച് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടില്ല, സോഫ്റ്റ് പോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കണം. ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ആവശ്യമായ വെള്ളമാണിത്. പാനി ഉണ്ടാക്കണം, പഞ്ചസാര പാനി. ഇതിൽ നമ്മൾ വേവിച്ചിട്ട് ഇടണം, ലാസ്റ്റ് ഇട്ടിട്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പാനി. അതിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ആഡ് ചെയ്യണം. അത് ഇരുന്നിട്ട് ഒരു പുറത്തിരുന്നിട്ട് തിളയ്ക്കട്ടെ. പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. ഉരുള എണ്ണ ഒഴിച്ച് നമുക്ക് ബോളുകൾ വറുത്ത് കോരിയെടുക്കാം. നമ്മളിതിന് വേണ്ട എണ്ണ ഉപയോഗിക്കുന്നത് ഓയിലാണ്. ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെല്ലാം വറുത്ത് കോരി എടുത്ത് വയ്ക്കാം. തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഏലക്ക ഇട്ടിട്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക, ഒരു 2-3 ഏലക്ക ഫ്ലേവറിനനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് നമ്മൾ ചൂടാറണം. വെള്ളം തിളച്ച് വെച്ച് ചൂടാറിയിട്ട് ഇവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചൂടായതിന് ശേഷം കുരിച്ചെടുക്കും. നമ്മൾ കുഴച്ച് വെച്ച മാവാണത്. നല്ല സ്മൂത്തായിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ചെറിയ ഉരുളാക്കണം, എന്നാലാണ് നമ്മളിത് വറുക്കുമ്പോൾ പൊന്തി വരുള്ളൂ. മാവ് വലിയ ബോളായിട്ട് വരണമെങ്കിൽ ചെറിയ ബോൾസാക്കി വയ്ക്കണം. സോഫ്റ്റ് നോക്കാം. എണ്ണ ചൂടായി, നമ്മൾ ബോൾസ് ഇടാൻ പോവാണ് എണ്ണയിൽ. ഒരു 4-5 ബോൾസ് ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് എണ്ണയിട്ടിട്ട് പൊരിച്ചെടുക്കാം. ബോൾസൊക്കെ എല്ലാം മൊരിഞ്ഞ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നതാണ്. കണ്ടോ, ഈ ഒരു കളറ് ആവണം. ബോൾസൊക്കെ കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളറിലാവണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലാണ് ഉള്ളിൽ നമ്മൾ സിമ്മാക്കിയിട്ട് വേണം ചെയ്യാൻ, എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുള്ളൂ. കുറച്ച് അടുത്തും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി വറുത്ത് കോരി ആവശ്യം നമ്മുടെ പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതിൽ ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഇളം ചൂടിൽ ഒഴിച്ചാലും മതി, നല്ല ചൂടിൽ ഒഴിക്കണമെന്നില്ല. ഇളം ചൂടിൽ നമ്മൾ ഒരു നുള്ള് നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോൾസ് അതിലിട്ട് ഒരു ദിവസം നമ്മൾ എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം നമ്മളെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പഞ്ചസാരപ്പാനി ചൂടാറിയിട്ടുണ്ട്. നമ്മളിത് ഇതിലോട്ട് കൊട്ടാൻ പോവണം. ശേഷമായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഞ്ചസാരപ്പാനിയിലിട്ട് ഗുലാം ജാമുൻ റെഡി. അങ്ങനെയാണ് ഗുലാം ജാമുൻ കണ്ടോ, റെഡിയായി. എല്ലാം റെഡിയായി, ബോളായി. ഇനി നമ്മളിത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഓരോന്നെടുത്ത് കുറച്ച് ഗ്രേവി മുളക് ഒഴിച്ച്
ഗുലാബ് ജാമുൻ റെഡി. സോഫ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക.